നമ്മളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് സ്കൂളിലേക്ക് കടന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടി, പുതിയ പുതിയ ചാപ്റ്റേഴ്സ് പഠിച്ചു തുടങ്ങി, അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു വന്നിട്ടേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ആ ഒരു പഠിക്കുന്ന ആ ഒരു ട്രാക്കിലേക്ക് കയറുമ്പോഴേക്ക് ആര് വന്നിട്ടുണ്ട്, നമ്മളുടെ ഓൺ എക്സാം ഇങ്ങ് എത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഓൺ എക്സാം വന്നപ്പോൾ മുതൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഞങ്ങളിപ്പോൾ എങ്ങനെയാ ഇത് മൊത്തം പഠിച്ചു തീർക്കുക. പക്ഷേ ഞങ്ങൾക്ക് ഒന്നുകൂടി ഫോക്കസ് ഏരിയ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കറക്റ്റ് ചോദിക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് തോന്നിയിട്ടില്ലേ? അങ്ങനെയെങ്കിൽ എടാ ഹരിനമസ് വന്നിട്ടുള്ളത് അതിന് തന്നെയാണ്. നിങ്ങളുടെ ക്ലാസ് 7ന്റെ ഫോക്കസ് ഏരിയ, മാത്സിലെ ഫോക്കസ് ഏരിയാസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഏരിയാസ് മക്കൾ എന്തായാലും മറന്നു പോകാതെ നല്ലോണം അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ വരുന്നത്? പാരലൽ ലൈൻസ് ആണ് അല്ലെ, സമാന്തര വരകളാണ്. ആ സമാന്തര വരകളിൽ നിങ്ങൾ ഒന്നാമതായിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കറസ്പോണ്ടിങ് ആംഗിൾ, ഓൾട്ടർനേറ്റ് ആംഗിൾ, അതുപോലെ കോ ഇന്റീരിയർ, കോ എക്സ്റ്റീരിയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആ 4 ആംഗിൾസിലെ 4 കോണുകളിലെ 4 ആംഗിൾസ്, അത് ഞാൻ എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നു കോ ഇന്റീരിയർ, കോ എക്സ്റ്റീരിയർ, കറസ്പോണ്ടിങ് ആൻഡ് ഓൾട്ടർനേറ്റ് ആംഗിൾ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെ. സമാന കോണുകൾ, മറുകോണുകൾ, അതുപോലെ ആന്തര സഹകോണുകൾ, ബാഹ്യ സഹകോണുകൾ. ഈ 4 ആൾക്കാരെയും മിസ് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി എങ്ങാനും പഠിക്കാത്തവരാണെങ്കിൽ ഓടിപ്പോയിട്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ ലൈവ് ഉണ്ട്, അത് പോയി എടുത്ത് കാണുക കേട്ടോ. ആ കോണുകളെ കുറിച്ച് അടിപൊളിയായിട്ടൊരു ധാരണ എൻ്റെ മക്കൾക്ക് എന്തായാലും ഉണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ രണ്ടാമതായിട്ട് എൻ്റെ മക്കൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഒരു ത്രികോണത്തിന്റെ 3 ആംഗിൾസ് കൂട്ടിയാൽ എത്രയാണ്? 180 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എന്നാലും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ, 180 ഡിഗ്രിയാണ്. ഇവരെന്ത് പറയും? 2 ആംഗിൾസ് ഇപ്പൊ 50, 60 എന്നൊക്കെ ഇവർ തരും. എന്നിട്ട് മൂന്നാമത്തെ ആംഗിൾ എത്രയെന്ന് നിങ്ങളോട് ചോദ്യം വരും. അപ്പൊ മിസ്സിന് ഓർക്കണം, ആ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഒരു കാര്യം വരും എന്നുള്ളത് എന്ന്. യെസ്. ഇനി അടുത്തത് അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മളുടെ റൈറ്റ് ആംഗിൾ, റൈറ്റ് ട്രയാങ്കിൾ അല്ലെ. റൈറ്റ് ട്രയാങ്കിൾ, മട്ട ത്രികോണം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. നിങ്ങളോട് പറയും, മട്ട ത്രികോണത്തിന്റെ ഒരു ആംഗിൾ 50 ഡിഗ്രിയാണ്, ഒരു ആംഗിൾ 50 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ആംഗിൾസ് കാണുക എന്ന് പറയും, കോണുകൾ കണക്കാക്കാൻ പറയും. അപ്പൊ മക്കൾ മനസ്സിലേക്ക് ഓടി വരേണ്ട കാര്യം എന്താണ്? നമുക്കറിയാം റൈറ്റ് ട്രയാങ്കിൾ, അതായത് മട്ട ത്രികോണത്തിന്റെ രണ്ടാമത്തെ ആംഗിൾ എന്തായാലും 90 ആയിരിക്കും. ഇവൻ എന്തായാലും 90 ആയിരിക്കും. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കാണാൻ ഒരു പണിയുമില്ല, 3 കൂടെ കൂട്ടിയാൽ 180 ആണ്. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. യെസ്. അങ്ങനെയെങ്കിൽ വേറൊരൊറ്റ കാര്യം കൂടെ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, അതായത് ഐസോസ്ലെസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം എന്താണെന്നും കൂടി എൻ്റെ മക്കൾ അറിഞ്ഞേ പറ്റൂ. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ്സും 2 ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. 2 സൈഡ്സും അതിനെതിരെയുള്ള 2 ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ളതാണ് ആര്? നമ്മുടെ സമപാർശ്വ ത്രികോണം, ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇവർ പറയും എന്ത്? ഒരു ആംഗിൾ, ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ആംഗിൾ എത്രയാണെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. നോട്ട് ചെയ്ത് വെച്ചോ, ഇത് ഉറപ്പാണ്, 100% ഷുവർ ആണ്. ദാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നിരിക്കും, എന്തായാലും ചോദിക്കുന്നുള്ള ഉറപ്പാണ്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓൺ എക്സാം എടുത്തു നോക്ക്, ക്രിസ്മസ് എക്സാം എടുത്തു നോക്ക്, ഫൈനൽ എക്സാം എടുത്തു നോക്ക്, ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ ക്വസ്റ്റ്യൻ വരാത്ത ഒരു ചോദ്യ പേപ്പറില്ല മക്കളെ. അപ്പൊ അടിപൊളിയായിട്ട് പഠിച്ചോ കേട്ടോ. ഇതെങ്ങനെയാ കാണുക? ഇത് 120 ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്കറിയാം 60 ഡിഗ്രി കിട്ടും. ബിക്കോസ് 3ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180 കിട്ടണം. അത് 120 ആണെങ്കിൽ ബാക്കി 180 എത്ര ബാക്കിയുണ്ട്? 60 ആണ് ബാക്കിയുള്ള. ഇത് 60 ആണ്, ഇവൻ 30 എന്നായിരിക്കും വരിക. സിമ്പിൾ കാര്യല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മക്കൾ എന്തിൽ നിന്ന് പഠിക്കേണ്ടത്? പാരലൽ ലൈൻസ്, സമാന്തര വരകളിൽ നിന്നും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കേണ്ട കേട്ടോ. അടുത്ത ആളാണ് നമ്മുടെ ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അല്ലെ. അപ്പൊ ഈ ചാപ്റ്റർ മിസ്സിന് ഒരിക്കലും പറയാനാവില്ല പിന്നെ ഈ ഒരു ടോപ്പിക് പഠിക്കണം, ആ ഒരു ടോപ്പിക് പഠിക്കണം നമുക്ക് പറഞ്ഞു തരാനാവില്ല അല്ലെ. ബിക്കോസ് എന്താണ്, ഇതിന് ടോപ്പിക് ഇല്ല. ഇത് നമ്മൾ എന്തിലൂടെയാണ് പഠിക്കുന്നത്? ക്വസ്റ്റ്യൻസിലൂടെയാണ് അല്ലെ പഠിക്കുന്നത്. ക്വസ്റ്റ്യൻസിലൂടെയാണ് ഇങ്ങനെ പഠിച്ചു പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസിലൂടെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിസ് എന്ത് ചെയ്യാൻ പോവാണ്? ക്വസ്റ്റ്യൻസ് തന്നെ അങ്ങോട്ട് പറഞ്ഞു തരാൻ പോവാണ്. അതായത് ഒന്നാമത്തെ നോക്ക്, 3/4 ഓഫ് 35 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. അതായത് 35ന്റെ 3/4 ഭാഗം, അല്ലെങ്കിൽ 35ന്റെ 2/3 ഭാഗം, അല്ലെങ്കിൽ 3/2 മടങ്ങ്, അങ്ങനെ ഭാഗം മടങ്ങ് അങ്ങനെ പറഞ്ഞു വരും കേട്ടോ. ഭാഗം മടങ്ങ് അങ്ങനെ കാണാൻ പറഞ്ഞു വരും. 35ന്റെ 3/4 മടങ്ങ് എത്ര, അല്ലെങ്കിൽ 26ന്റെ 2/3 മടങ്ങ് എത്ര, അങ്ങനെ മടങ്ങ് ചോദിക്കും. അല്ലെങ്കിൽ 36ന്റെ 3/2 ഭാഗം എത്ര, മടങ്ങും ഭാഗവും ഒക്കെ ചോദിക്കും. പാർട്ടൊക്കെ ചോദിക്കും, പാർട്ടും ടൈംസും. 2/3 ടൈംസ് ഓഫ് 35, 2/5 ടൈംസ് ഓഫ് 34, അങ്ങനെ പല ക്വസ്റ്റ്യൻസും വരും. ആ ടൈംസും
ഈ ഒരു പാർട്ടും കണ്ടാൽ അല്ലെങ്കിൽ ഭാഗവും മടങ്ങും കണ്ടാൽ നിങ്ങൾ വെറുതെ കുറെ ആലോചിക്കണ്ട. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ ഒരു ആലോചനയെ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അങ്ങനെ 2 നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പറിനെ നേരെ അങ്ങോട്ട് ഗുണിച്ചാൽ മതി. 3/4 × 35 ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇതാണ് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട കാര്യം. അതുപോലെ നിങ്ങൾക്ക് ഗുണിക്കാനൊക്കെ അറിയാലോ അല്ലെ. 3/4 × 35 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരെയാണ്, നമ്മൾ എപ്പോഴും ഇങ്ങനെയാ ഗുണിക്കുക അല്ലെ. നേരെ മുകളിലുള്ളവന്മാരെ നേരെ ഗുണിക്കുന്നു, താഴെയുള്ളവന്മാരെ നേരെ ഗുണിക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇതേ ഇൻറ്റു ഇത് ഗുണിക്കും. 35 × ഇത്, അത് ഞാൻ എന്ത് ചെയ്യും, മുകളിൽ എഴുതും. ഇതിന്റെ താഴെ ആരുമില്ല, അപ്പൊ ഈ 4നെ മാത്രം ഞാൻ എന്ത് ചെയ്യും, ഇവിടെ എഴുതും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, മിസ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനിയിപ്പോ മിസ് പറഞ്ഞു തന്നില്ല എന്നുള്ളവരാണെങ്കിൽ ചിലപ്പോൾ യൂട്യൂബിൽ മാത്രമുള്ളവരായിരിക്കും അല്ലേ. നമ്മളുടെ സൂമിലും നമ്മളുടെ സൂപ്പർ ബാച്ചിലൊക്കെ ഉഷാറായിട്ട് പറഞ്ഞിട്ടുണ്ട്. മക്കൾ ആരെങ്കിലും സൂപ്പർ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ജോയിൻ ചെയ്തോട്ടോ. ഇപ്പോഴും 2,999 ആണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. 3,999 ബാച്ച് വെറും 2,999 ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ വെറുതെ മക്കൾ ഒഴിവാക്കി വിടണ്ട. ഓടിപ്പോയിട്ട് എന്ത് ചെയ്തോ, ഈ ഒരു നമ്പറിലേക്ക്, താഴെ കൂടെ പോകുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്താലും മതി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. 16 meter long iron rod is cut into pieces. Each length 3 meter. How many pieces will be there? 16 മീറ്റർ നീളമുള്ള 16 മീറ്റർ നീളമുള്ള ഇരുമ്പ് റോഡ് 3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളായി മുറിച്ചാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും? ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ നിങ്ങളോട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതാ നോക്ക്, ഒരു കുട്ടി ഒരു മത്തങ്ങ ഉണ്ട് നമ്മളെ കയ്യിൽ. അതിന്റെ 5 കിലോഗ്രാമാണ് മത്തങ്ങന്റെ. ഇനി അത് 3 ആൾക്ക് വീതിച്ചാൽ അത് എത്രയാ ഉണ്ടാവാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും ചോദിക്കും. അത് നിങ്ങൾ ആലോചിച്ച് ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് അവനും. അതായത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, വീതിച്ചാൽ എത്രയെന്ന്. 5 കിലോഗ്രാം 3 ആൾക്ക് വീതിച്ചാൽ 5/3 ആയിരിക്കും ഒരാൾക്ക് കിട്ടുക. ഒരു 6 കിലോഗ്രാം 7 ആൾക്ക് വീതിച്ചാൽ 6/7 ആയിരിക്കും ഓരോരുത്തർക്ക്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത നോക്ക്, റെക്ടാങ്കിളിന്റെ ഏരിയ കാണാൻ എൻ്റെ മക്കളോട് ചോദിക്കും. അതിന്റെ നീളവും വീതിയും തന്നിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളോട് റെക്ടാങ്കിളിന്റെ ഏരിയ കാണാൻ ചോദിക്കും. പക്ഷെ നീളവും വീതിയും എന്തിലായിരിക്കും, നിങ്ങൾക്ക് ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അതും പഠിച്ചു വെക്കുക. ഇനി അടുത്ത വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതാ നോക്ക്, ഡ്രോ റെക്ടാങ്കിൾ ആൻഡ് ഫൈൻഡ് ദിസ് പ്രൊഡക്റ്റ്. അതായത് നിങ്ങളോട് പറയും 1/4 × 2/3 കാണാൻ. നിങ്ങൾ എന്ത് ചെയ്യും, സിമ്പിൾ കാര്യം, 1/4 × 2/3 കാണാൻ എനിക്കറിയാലോ. നേരെ ഗുണിച്ചാൽ മതി. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഗുണിക്കുന്നു, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ഗുണിക്കുന്നു, ഒരു ബൈ ഇട്ട് കൊടുക്കുന്നു, അത്രേ പരിപാടിയുള്ളൂ. പക്ഷേ നോക്ക്, ഇവിടെ നോക്ക്, ചതുരം വരച്ച് ഗുണനഫലം കാണാനാ പറഞ്ഞത്. ചതുരം വരച്ചിട്ട് ഗുണനഫലം കാണാനാ പറഞ്ഞത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്, ചതുരം വരച്ചിട്ട് കണ്ടിട്ടേ കാര്യമുള്ളൂ. ചതുരം വരച്ചിട്ട് എങ്ങനെയാ കാണല് എന്നൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മയില്ലാത്തവരാണെങ്കിൽ ഒന്നുകൂടെ ഓടിപ്പോയി നോക്കി നോക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഓൺ എക്സാമിന് 100% ഷുവർ ആണ്. ഫൈനൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് കുറവാണെങ്കിലും ഓൺ എക്സാമിന് ഫസ്റ്റ് ചാപ്റ്ററിന് അടിമുടി ചോദിച്ചിരിക്കും. അപ്പൊ ഉഷാറായിട്ട് പഠിച്ചു വെച്ചോ. ഓക്കെ, അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നിങ്ങൾ ഈ 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ഉഷാറായിട്ട് പഠിച്ചു വെക്കേണ്ടത്. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കൂലേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓടിപ്പോയിട്ട് ഇതിന്റെ ഒക്കെ ഫോക്കസ് ഏരിയ നോട്ട്സും എല്ലാം കിട്ടണമെങ്കിൽ ഓടിപ്പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം കേട്ടോ. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഇനിയും ബാക്കിയുണ്ടെങ്കിൽ എടാ വല്ലാത്തൊരു ചാൻസ് ആണ് നിങ്ങൾക്ക് മിസ് ചെയ്യുന്നത്. എന്തിനാ ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കി വിടുന്നത്? സ്റ്റഡി മെറ്റീരിയൽസ് ഒരുപാട് നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഓടിപ്പോയി എന്താക്കുക, ഇപ്പൊ തന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ജോയിൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും, ലൈവിന്റെ നോട്ട്സ് കിട്ടും, ഒക്കെ അവിടെ റെഡിയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ തേർഡ് ചാപ്റ്റർ ഏതാ വരുന്നത്, ട്രയാങ്കിൾസ് ആണ് അല്ലെ. ട്രയാങ്കിൾസ് ത്രികോണങ്ങളാണ്. അതിൽ 3 ടൈപ്പ് ഓഫ് ത്രികോണങ്ങളാണ് നിങ്ങളോട് ചോദിക്കാം. 1, 2, 3 3 ടൈപ്പ് ഓഫ് ത്രികോണങ്ങളാണ് നിങ്ങളോട് വരയ്ക്കാൻ പറയാ. ഒന്നെങ്കിൽ എന്തുണ്ടാവും, 3 സൈഡ് തരും. ഓക്കെ, SSS എന്ന് പറയുന്ന സൈഡ് എന്ന് എഴുതുക കേട്ടോ. 3 സൈഡ് തന്നിട്ട് അത് വരയ്ക്കാൻ പറയും. 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ സൈഡുകളുള്ള ത്രികോണം വരയ്ക്കാൻ പറയും. അത് നിങ്ങൾ വരയ്ക്കേണ്ടി വരും. ഇനി നോക്ക്, അതുപോലെ 2 സൈഡും അതിന്റെ ഇടയിലുള്ള ആംഗിളും തന്നിട്ട് നിങ്ങളോട് എന്ത് പറയും, ത്രികോണം വരയ്ക്കാൻ പറയും. അതുപോലെ 2 ആംഗിൾസും ആ ആംഗിൾസ് ഉള്ള സൈഡും, അതായത് ഒരു സൈഡും തരും, ആ സൈഡിന്റെ
രണ്ട് സൈഡിലുള്ള ആംഗിളും തരും. ഇതെങ്ങനെയാ വരയ്ക്കുന്നതെന്നൊക്കെ നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എടാ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. ഈ 3 ടൈപ്പ് ത്രികോണങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക. അതുപോലെ തന്നെ മക്കളോട് വേറൊരു കാര്യം ചോദിക്കും. ചിലപ്പോൾ എന്താ പറയും, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ഈ നീളമുള്ള ത്രികോണം വരയ്ക്കാൻ പറ്റുമോന്ന്. ഈ 3 നമ്മളുടെ വശങ്ങളുടെ നീളം തരും. വശങ്ങളുടെ നീളം തന്നിട്ട് ആ വശങ്ങളുടെ നീളം വരുന്ന ത്രികോണം വരയ്ക്കാൻ പറ്റുമോ ഇല്ലേന്ന് ചോദിക്കും. നിങ്ങൾക്ക് കണ്ടെത്താൻ അറിയോ നിങ്ങൾക്ക് കണ്ടെത്താൻ? വെറുതെ ഒന്ന് പറഞ്ഞുതരാം. അതായത് വലിയ സൈഡ് ഏതാ നോക്കുക. വലിയ സൈഡ് 6 ആണ്. എന്നിട്ട് ഇവന്മാർ രണ്ടാളെയും കൂട്ടുക. 4 + 5 എത്രയാ കിട്ടുക? 9 ആണ്. ഈ 9 ഈ 6നേക്കാളും വലുതല്ലേ? അപ്പൊ ഇതെന്താ? ഇത് വരയ്ക്കാൻ പറ്റും. വലുതാണെങ്കിൽ വരയ്ക്കാൻ പറ്റൂ കേട്ടോ. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ചെറിയ കാര്യമാണ്, പക്ഷെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചോദിച്ചിരിക്കും. ഓക്കെ, റെഡി? അപ്പൊ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിന് ഇതേ ചോദിക്കുകയുള്ളൂ. ഇനി അടുത്ത നമ്മൾ പോകുന്നത് എന്താണ്? റെസിപ്രോക്കൽസ്, വിപരീത ഭിന്നങ്ങളാണ്. അതായത് നമ്മളുടെ ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ അടിപൊളിയായിട്ട് പഠിച്ച ഒരാൾക്ക് റെസിപ്രോക്കൽസ് അല്ലെങ്കിൽ വിപരീത ഭിന്നങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ പുഷ്പം പോലെ പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് അടിപൊളിയായിട്ട് പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് എന്താണ്, നമ്മുടെ ഈ ഒരു എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് വരുള്ളൂ കേട്ടോ. ആദ്യത്തെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരിക. അതായത് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ 2 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അതായത് 3 മീറ്റർ റിബൺ ഇസ് കട്ട് ഇൻടു 3/4 പീസസ്, ഹൗ മെനി പീസസ് വിൽ യു ഗെറ്റ്? അതായത് 3 മീറ്റർ എന്ത് ചെയ്തു? 4/3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ അവിടെ എത്ര കഷ്ണങ്ങളുണ്ട്? അതായത് എത്ര കഷ്ണങ്ങളുണ്ട് എന്ന് കാണാൻ എന്താ ചെയ്യേണ്ടത്? 3 ഹരിക്കണം 3/4 ആണ് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഹൂസ് ഏരിയ 23 1/3 സ്ക്വയർ മീറ്റേഴ്സ് ആൻഡ് വിഡ്ത്ത് 3 1/3 മീറ്റേഴ്സ്. അതായത് ഇവിടെ എന്താണ്? ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്, നീളമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ പരപ്പളവും തന്നിട്ടുണ്ട്, അതുപോലെ വീതിയും തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറയും എന്ത്? ഇതിന്റെ നീളം കാണാന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. 23 1/3 ഹരിക്കണം 3 1/3. ഇത്രയേ ഉള്ളൂ പരിപാടി. ഹരിക്കാനാണ്. ഈ വിപരീത ഭിന്നങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ള 2 ഫ്രാക്ഷൻസിനെ എങ്ങനെയാ ഹരിക്കാനാ. നമുക്ക് ക്വസ്റ്റ്യൻ ഇതാ നോക്ക്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു ഫോക്കസ് ഏരിയന്റെ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്തിൽ നിന്നാണ്. അത് നമ്മളുടെ റെസിപ്രോക്കൽ വിപരീത ഭിന്നങ്ങളിൽ നിന്നാണ്. ആ വിപരീത ഭിന്നങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അത് എന്തായിരിക്കും? എന്തായാലും ഇത് ഹരിക്കാനായിരിക്കും. അപ്പൊ ഈ ഫ്രാക്ഷൻസിനെ ഹരിക്കാൻ മക്കൾ അടിപൊളിയായിട്ട് പഠിക്കുക. ആരെങ്കിലും പഠിക്കാത്തവരുണ്ടെങ്കിൽ എടാ സ്റ്റേ ട്യൂൺഡ്, മിസ് ഒക്കെ വീഡിയോ സെറ്റ് ആക്കി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഡോണ്ട് വെറി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മക്കൾ എന്തിൽ നിന്ന് പഠിക്കേണ്ടത്? നമ്മളുടെ 7ാം ക്ലാസ്സിന്റെ 4 ചാപ്റ്റേഴ്സിൽ നിന്നും ഓണം എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്. അതുകൊണ്ട് മിസ് പിന്നെയും പറയാണ്, ഓണം എക്സാം ആയടാ കുറെ വൈകി പോയിട്ടൊന്നുമില്ല. നിങ്ങൾ ഓൺ എക്സാം ആയിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് എക്സാംസ് വരാനുണ്ട്. ഓൺ എക്സാമിലേക്ക് ഇനിയും കുറേ ദിവസങ്ങൾ ബാക്കിയുണ്ട്. കുറേ ദിവസങ്ങൾ എന്ന് പറയുന്നത് ആ ദിവസം വെറുതെ കളയാനുള്ള ദിവസങ്ങളല്ല, നമുക്ക് പഠിക്കാനുള്ള കുറേ ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പോൾ തുടങ്ങിയാൽ മക്കളെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നിങ്ങൾക്ക് 100ൽ 100 വാങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ ബാക്കിയുണ്ടെങ്കിൽ, ബേസ് മുതൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉള്ളവരാണെങ്കിൽ, അത്രയും ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ആദ്യം മുതലേ പഠിക്കണം, എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പറഞ്ഞു തരാൻ സാധിക്കലുണ്ടാവില്ല. എല്ലാം അറിയുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് യൂട്യൂബിലൂടെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്കൊക്കെ വാങ്ങാനുള്ളതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാം. പക്ഷെ ഒന്നും അറിയാത്ത ഒരാൾക്കാണെങ്കിൽ, ആദ്യം മുതൽ തുടങ്ങണം എന്നുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെയും ഓഫേഴ്സ് വരുന്നത്. 2,999 ഉള്ളൂ, 3,999ന്റെ 2,999 ഉള്ളൂ, 1000 രൂപ ഡിസ്കൗണ്ട് ആണെന്ന് പറഞ്ഞ് ഇത്രയും നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളെ വിളിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അടിപൊളിയായിട്ട് മക്കളെ പഠിക്കുക, ഉഷാറാക്കുക. ഓൺ എക്സാം നമുക്ക് കളറാക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ മറ്റൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.